and this is Sims Education Center Malappuram. We are going through the paper, common paper in English, lesson 2, Helen Adams Keller by Isabel Rose. About the author, this article on Helen 1880 to 1936 appeared in the Reader's Digest. അപ്പോൾ ഇത് റീഡേഴ്സ് ഡൈജസ്റ്റിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. The lesson is a vivid account of the way in which Helen, terribly handicapped from childhood, was ably assisted by her teacher Anne Sullivan. Helen overcame her disabilities with grim determination and ultimately graduated from the Radcliffe College. Hers is the saga of the triumph of the spirit over the body. അപ്പം ഈ ഒരു ലെസണിൽ പറയണത് ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടാണ്. കുട്ടിക്കാലത്ത് തന്നെ ഒരു ടെറിബിളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഹെലൻ്റെ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി, ആൻ സലിവൻ എന്നുള്ള ടീച്ചറുടെ സഹായത്തോടു കൂടി എന്താ പറയുക, എല്ലാ ഡിസബിലിറ്റീസിനെയും ഓവർകം ചെയ്ത് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെലൻ്റെത് നമുക്കൊരു വീരകഥയായിട്ട് പറയാം. മീൻസ് എന്താണ്, ശരീരത്തിന് മേലെ സ്പിരിറ്റ് വിജയം കൈവരിച്ച ഒരു വീരഗാഥയായിട്ട് നമുക്ക് ഹെലൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അത്രത്തോളം ട്രബിൾ അനുഭവിച്ചിട്ടാണ് ഹെലൻ ഈ ഒരു ഇതിലെത്തിയത്. So points to remember: a fever of brain and stomach crippled the 19-month-old child Helen, who became mute, deaf and dumb. So എന്താ പറയുക, ബ്രെയിനിന് ഒരു ഫീവർ ഉണ്ടായിട്ട് എന്താ പറയുക, സ്റ്റൊമക്ക് ക്രിപ്പിൾഡായി 19ാമത്തെ മാസത്തിലാണ് ഹെലൻ മ്യൂട്ട്, ഡെഫ്, ഡംബായത്. മീൻസ് സംസാരിക്കാൻ കഴിയില്ല, ചെവി കേൾക്കില്ല, അങ്ങനെ ഉള്ളൊരു അവസ്ഥയിലെത്തിയത്. ഗ്രീവ് ഫിസിക്കലി സ്ട്രോങ് വിത്ത് അൺകൺട്രോളബിൾ പിച്ച് ഓഫ് ടെമ്പർ. അപ്പോൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു അത്രത്തോളം മെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഹെലൻ ഇന്നത്തെ ഈ ഒരു സ്റ്റേജിലെത്തിയത്. The turning point, Mrs. Keller accidentally reads about Laura Bridgman's case. അപ്പം മിസ്സിസ് കെല്ലർ ആക്സിഡൻ്റലി ഈ ഒരു ലോറ ബ്രിഡ്ജ്മാൻ്റെ ആ ഒരു കേസ് വായിച്ചു. മിസ് ഫുള്ളേഴ്സ് 11 lessons. Fuller makes all success Helen's to the mouth out mama and papa. So മിസ് ഫുള്ളർ 11ാമത്തെ ലെസൺ പറഞ്ഞപ്പം മീൻസ് ലെസണിലേക്ക് എത്തിയപ്പോൾ ഹെലൻ മമ്മ പപ്പ എന്ന് പറയാനായിട്ട് തുടങ്ങി. മിസ് ഫുള്ളർ ഐഡൻറ്റിഫൈസ് ആൻ സലിവൻ ടു ബി ദ നേഴ്സ് ടു ഹെലൻ. അപ്പം മിസ് ഫുള്ളർ മനസ്സിലാക്കി ആൻ സലിവൻ എന്ന് പറയുന്നത് ഹെലന് കെയർ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലൊരു ടീച്ചറാണെന്നുള്ളത് മനസ്സിലാക്കി, ഒരു നേഴ്സാണെന്നുള്ളത് മനസ്സിലാക്കി. ആഫ്റ്റർ 7th lesson ഹെലൻസ് വേർഡ്സ് ഐ ആം നോട്ട് ഡം നൗ. അപ്പോൾ 7ാമത്തെ ലെസൺ കഴിഞ്ഞപ്പോഴേക്കും ഹെലൻ ഞാനിപ്പോൾ ഡംബല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു ഊമയല്ല, ഡംബല്ല എന്ന് ഹെലൻ പറഞ്ഞു. മിസ് സലിവൻസ് ഹെർക്യൂലിയൻ എഫക്റ്റ്. ഹെലൻ റീഡ്സ് ലിപ്സ് ബൈ വൈബ്രേഷൻ, കുഡ് ഓൾസോ മേക്ക് ഔട്ട് സൗണ്ട്സ്. അപ്പോൾ അങ്ങനെ മിസ്സിസ് സലിവൻ്റെ ഒരു ഹെർക്യൂലിയൻ എഫേർട്ടിലൂടെ ഹെലൻ ഇങ്ങനെ ചുണ്ടുകൊണ്ട് മീൻസ് വൈബ്രേഷൻ വെച്ചിട്ട് വായിക്കാൻ പാടാനൊക്കെ തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ മൈക്കൽ അനഗ്നോസ്, ഹെഡ് ഓഫ് പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സലിവൻ ചാംഡ് ബൈ ഹെലൻസ് ഫൈൻഡ് ബിയറിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഫേസ്. അപ്പോൾ ഡോക്ടർ മൈക്കൽ ആഗ്നസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അതേപോലെ ഹെലനെ കണ്ടപ്പോൾ തന്നെ ഒരു ആകർഷണ ശക്തി തോന്നി എന്ന് പറയുന്നുണ്ട്, അവളുടെ ഒരു ഇൻ്റലിജൻറ്റ് ഫേസൊക്കെ കണ്ടപ്പോൾ. Sullivan spells doll in Helen's hands. Helen had several ways indicating her wishes, understanding the spells, water, learns words quickly, read braille books, a graduate in 1904, public appearance sings 1913, 1914, First Continental Tour 1914, First Transcontinental Tour 1930, well known, globally famous, deeply spiritual. അപ്പോൾ ഡോൾന്ന് ഹെലൻ്റെ കയ്യിൽ സ്പെൽ ചെയ്തു സലിവൻ. അപ്പം അതുപോലെ തന്നെ
ഹെലന് അവളുടെ ആഗ്രഹങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പല വേസ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സ്പെൽസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. വാക്കുകൾ പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി. അതുപോലെ ബ്രെയിൽ ബുക്സ് പഠിക്കാൻ തുടങ്ങി. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് 94 അതുപോലെ തന്നെ 1913-14 കാലഘട്ടങ്ങളിൽ അവൾ പാടാനായിട്ട് തുടങ്ങി. പിന്നെ ആദ്യത്തെ കോണ്ടിനെൻ്റൽ ടൂർ നടത്തിയത് 1914 പിന്നെ ട്രാൻസ് കോണ്ടിനെൻ്റൽ ടൂർ നടത്തിയത് 1930 പിന്നീട് ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും അവളെ ലോകമെമ്പാടും അറിയാനായിട്ട് തുടങ്ങി, ഫേമസ് ആയി. അവൾ ഡീപ്ലി സ്പിരിച്വൽ ആയിരുന്നു പറയുന്നുണ്ട്. ഹെലൻ കെല്ലേഴ്സ് ലൈഫ് is the saga of the triumph of spirit over the body explain. അപ്പം ഹെലൻ കെല്ലറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹെലൻ കെല്ലറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, മീൻസ് എന്താ, ആത്മാവിന് ശരീരത്തിലുപരി ആത്മാവ് എൻ്റെ വിജയം കാണിക്കുന്ന ഒരു വീരകഥയാണ് ഹെലൻ കെല്ലറിൻ്റെ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എസ്സേ കൊടുത്തിട്ടുള്ളത്. ഹെലൻ കെല്ലർ വാസ് എ നോർമൽ ചൈൽഡ് അപ് ടു 19 months. Stricken with a fever of the brain and stomach, she became blind, deaf and mute. The mother put up with a triply handicapped child and gave in her violence at every point. Mrs. Keller was close to despair when she accidentally read Charles Dickens' American Notes about Laura Bridgman's triple handicap, successfully treated by Dr. Samuel Gridley Howe, head of Perkins Institution. Dr. Michael Agnos, the present head of Perkins, examined Helen and recommended Anne Sullivan as tutor. Thenceforward, Helen Keller and Anne Sullivan formed an inseparable pair for over 50 years. ഹെലൻ കെല്ലർ 19 മാസം വരെ ഒരു നോർമൽ ചൈൽഡായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ഫീവർ ഉണ്ടായി, ബ്രെയിനിനെയും സ്റ്റൊമക്കിനെയും ബാധിച്ച് അവൾ ബ്ലൈൻഡും ഡെഫും മ്യൂട്ടുമായി മാറി. അപ്പം ബ്ലൈൻഡ്, കണ്ണ് കാണാതെ, ചെവി കേൾക്കാത്തയും സംസാരിക്കാൻ കഴിയാത്തയും, ഈ മൂന്ന് തരത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡായിരുന്നു. അപ്പോൾ മിസ്സസ് കെല്ലർ ഒരിക്കൽ ആക്സിഡൻ്റലി ചാൾസ് ഡിക്കൻ്റെ അമേരിക്കൻ നോട്ട്സ് വായിക്കാനിടയായി. അപ്പോഴാണ് ഈ ലോറ ബ്രിഡ്ജ്മാൻ ട്രിപ്പിളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി സാമുവൽ റിഡ്ലി ഹോവ് എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സക്സസ്ഫുൾ ആയത്. അദ്ദേഹം പെർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡായിരുന്നു. ഡോക്ടർ മൈക്കൽ ആഗ്നോസ് എന്ന് പറയുന്നത് പെർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസൻറ്റ് ഹെഡാണ്. അദ്ദേഹം ഹെലനെ നോക്കി. അതിനുശേഷം ആൻ സലിവനെ ട്യൂട്ടറായിട്ട് നിയമിച്ചു. ഹെലൻ കെല്ലറും ആൻ സലിവൻ്റെയും ഇടയിൽ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു ബന്ധം 50 വർഷത്തോളം കാലം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ആൻ സലിവൻ ഹാഡ് എ ടഫ് ടൈം ഇൻ teaching Helen in the beginning. Slowly she gave Helen a doll and spelled into her hands the letters D-O-L-L. Anne Sullivan found out that Helen had several ways to indicate her wishes. For example, if she needed ice cream, she turned the handle of an imaginary freezer. She could spell new words by the manual language, pin, hat, cup, and verbs like sit, stand, and walk. Miss Sullivan took Helen to the pump house to draw water. She made the water flow over Helen's right hand and spelled water into the other. Helen dropped the mug and stood as one transfixed. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൻ സള്ളിവന് വളരെ ബുദ്ധിമുട്ടേറിയൊരു സമയമായിരുന്നു. മീൻസ് ഹെലനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ ഹെലൻ ഒരു ഡോള് നമ്മുടെ ഹെലന് ആൻ സള്ളിവൻ ഒരു ഡോള് കൊടുത്തു. എന്നിട്ട് അങ്ങനെ അതിൻ്റെ വേർഡ്സ് പറഞ്ഞു, DOLL. അങ്ങനെ തന്നെ ഹെലൻ ഓരോ കാര്യങ്ങൾ പറയാനും അവൾ ആഗ്രഹങ്ങൾ പറയാനും പല വഴികൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ അവൾ ഒരു ഇമാജിനറി ഫ്രീസറിൻ്റെ ഒരു സിഗ്നൽ കാണിച്ചിട്ട് വേണമെന്ന് പറയും. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ, പിന്നെ ഹാറ്റ്, കപ്സ്, അതുപോലെ സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്, ഇതൊക്കെ പറയാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഒരിക്കൽ മിസ് സള്ളിവൻ ഹെലനെ ഒരു പമ്പ് ഹൗസിൽ കൊണ്ടുപോയി. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അവളുടെ ഹെലൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചു. അപ്പോൾ എന്നിട്ട് വാട്ടറിന് സ്പെല്ല് ചെയ്തു, അടുത്ത കൈയിലേക്ക് ഇങ്ങനെ അടിച്ചു. അപ്പോൾ ഹെലൻ കയ്യിലുള്ള മഗ് താഴെ ഇട്ടു. മീൻസ് ഇങ്ങനെ
പെട്ടെന്ന് ഇങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ സ്തബ്ധയായിട്ട് നിൽക്കില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്നു. The mystery of language was providentially revealed to Helen thus. She touched several objects and desired to know their names. Miss Sullivan taught her to read with little sentences slipped into a frame like doll is on bed. On the braille slate, she learned to write letters. At the end of 3 months, Helen knew 400 words and many idioms. Miss Sullivan, the teacher, made raised maps in clay and also taught Helen to count by stringing beads in groups. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക, അവൾക്ക് ലാംഗ്വേജിൻ്റെ മിസ്റ്ററി മനസ്സിലാവാനായിട്ട് തുടങ്ങിയത്. അവളിങ്ങനെ ഓരോ ഒബ്ജക്ട്സ് പഠിച്ചിട്ട് തൊട്ടിട്ട് അങ്ങനെ അതിൻ്റെ പേരുകൾ പഠിച്ചെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സലിവൻ ചെറിയ വാക്കുകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചില ഫ്രെയിംസ്. അതുപോലെ തന്നെ ബ്രെയിൽ ലിപി വെച്ചിട്ട് അവൾ ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചു. പിന്നെ 3 മാസം കൊണ്ട് 400ഓളം വാക്കുകളും ഇഡിയംസും ഹെലൻ പഠിച്ചു. മിസ് സലിവൻ ടീച്ചറായിട്ടുള്ള മിസ് സലിവൻ എന്താണ് അവൾക്ക് ഇങ്ങനെ മാപ്പ് ക്ലേ കൊണ്ടൊക്കെ മാപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ നൂലിൽ മുത്ത് കോർത്തിട്ട് അങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു. ഹെലൻ കെല്ലർ used a braille writer for learning algebra, geometry and physics. Miss Sullivan took Helen to Perkins when the latter was almost 8 years of age. Helen strained every nerve and successfully graduated in 1904 with special honors in English. She learned music and later made many public appearances. Proudly she used to say always on those occasions, "I am not dumb now." Sullivan and Helen went to Hollywood to make the film Deliverance. In 1930s she began her international traveling. By this time, a brisk and capable young Scottish girl, Polly Thompson, joined them as a secretary and manager. She travelled all over the world talking for the blind and raising money for them. She was now a learned and composed young woman. Anne Sullivan's health was failing and she died in 1936. Helen lived in a graceful building in the Connecticut woods near Westport. Helen was deeply spiritual. Helen has an ageless quality about her because she rose above her triple handicap to be an inspiration to both blind and the seeing everywhere. അപ്പോൾ ഹെലൻ കെല്ലർ ബ്രെയിലി റൈറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ആൽജിബ്രയും ജോമെട്രിയും ഫിസിക്സും പഠിച്ചു. സലീവൻ എന്താണ് ഹെലൻ ടു പെർക്കിൻസ്. സലീവൻ ഹെലനെ പെർക്കിൻസണിലേക്ക് കൊണ്ടുപോയി. അവിടെ 8 വയസ്സോളം അവൾ അവിടെയായിരുന്നു. ഹെലൻ ഒരുപാട് കഷ്ടപ്പെട്ട് 1904 ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവൾക്കൊരു സ്പെഷ്യൽ ഹോണേഴ്സ് ഡിഗ്രി കിട്ടി ഇംഗ്ലീഷിൽ. പിന്നീട് അവൾ മ്യൂസിക് പഠിച്ചു, പബ്ലിക്കിലൊക്കെ പാടാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവൾ പറയും, ഞാനിപ്പോൾ ഐ എം നോട്ട് ഡം നൗ എന്ന് പറയും. സലിവൻ ആൻഡ് ഹെലൻ വെൻറ്റ് ടു ഹോളിവുഡ് ടു മേക്ക് ദ ഫിലിം ഡെലിവറൻസ്. അപ്പോൾ അവർ ഹോളിവുഡിൽ പോയിട്ട് ഡെലിവറൻസ് എന്നുള്ള മൂവി മേക്ക് ചെയ്തു. ഇൻ 1930s ഷീ ബിഗാൻ ഹർ ഇൻ്റർനാഷണൽ ട്രാവലിംഗ്. 1930 കാലഘട്ടങ്ങളിലാണ് അവൾ ലോകം മൊത്തം യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയത്. ബൈ ദിസ് ടൈം അപ്പോൾ ആ സമയത്താണ് ഒരു സ്കോട്ടിഷ് ഗേളായ പോളി തോംസൺ അവളുടെ സെക്രട്ടറി മാനേജറായിട്ട് ചാർജ് എടുത്തത്. അവൾ എന്താ പറയുക, ഈ പാവപ്പെട്ടവരെ കണ്ണ് കാണാത്തവരെ സഹായിക്കാനായിട്ട് ഉള്ള പണത്തിന് വേണ്ടിയിട്ടൊക്കെ ലോകം മൊത്തം കറങ്ങി. അവൾ വളരെ വിദ്യാഭ്യാസം നേടിയ കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു യങ് വിമനായി മാറി. ആൻ സലിവൻ 1936 മരിച്ചു. ഹെലൻ ഒരു ഗ്രേസ്ഫുൾ ബിൽഡിംഗ് ആയിട്ടുള്ള കണക്റ്റിക്കറ്റ് വുഡ്സിലായിരുന്നു, വെസ്റ്റ്പോർട്ടിലുള്ള ആ ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത്. അവൾ സ്പിരിച്വൽ ആയിരുന്നു. ഹെലനൊരു ഏജ്ലെസ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ 3 തരത്തിൽ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ പോലും കണ്ണ് കാണാത്തവരെയും കണ്ണ് കാണുന്നവരെയും ഇൻസ്പയർ ചെയ്യാനുള്ളൊരു ഇത് ഹെലന് ഉണ്ടായിരുന്നു. ഇനി മിസ് ഫുള്ള ആൻഡ് ഹെലൻ, ഇത് പാരഗ്രാഫ് 2 ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഹെലൻ ബിഫോർ ഷീ മെറ്റ് മിസ് സലിവൻ, അത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു അതിൻ്റെ ആൻസർ. ഹെലൻസ് കോളേജ് എഡ്യൂക്കേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, അത് 4th പാരഗ്രാഫിൽ പറയുന്നുണ്ട്. Say whether the following statements are true or false. Born on 27 June 1880, Helen was normal baby up to 6 years of age. അപ്പോൾ അത് ശരിയല്ല അല്ലേ? നമ്മൾ പറഞ്ഞു 19 മാസം
പ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ വയ്യാതെയായതെന്ന്. ഹെലൻ ഗ്രൂ ഫാസ്റ്റ് ആൻഡ് വാസ് ഫിസിക്കലി വീക്ക്. അതും തെറ്റാണ്. മിസ് സലിവൻ ഓഫേർഡ് ഹെലൻ എ ഡോൾ സെൻഡ് ബൈ ദ പാകിസ്ഥാൻ ചിൽഡ്രൻ. അത് ശരിയാണ്. സോറി, യെസ്. ഹെലൻ റീച്ച്ഡ് ദ ഏജ് ഓഫ് 10 uttering only the uncouth sounds of the mute. അപ്പോൾ അസാധാരണമായിട്ടുള്ള സൗണ്ടുകൾ പുറപ്പെടുവിക്കാൻ ഹെലന് 10 വയസ്സോളം കഴിഞ്ഞിരുന്നുള്ളൂ പറയുന്നുണ്ട്. അത് ട്രൂ ആണ്. ആഫ്റ്റർ 11 lessons from Mrs. Fuller, Miss Helen did not have any tussle with speech. ഇത് ശരിയാണ്. With her and rest on a piano, Helen detected tiny quavers. അപ്പം അവളുടെ ഹാൻഡിൻ്റെ ഹെൽപ്പോട് കൂടി അവൾ ഇങ്ങനെ ചെറിയ മ്യൂസിക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, ട്രൂ ആണ്. ഹെലൻ വാസ് ടേക്കൺ ടു സാമുവൽ ഡെഡ്ലി ഹോവ് ആൻഡ് ഹെഡ് ഓഫ് ദ പെർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തെറ്റാണ്. ഗെറ്റിംഗ് എ ബ്രെയിൽ സ്ലേറ്റ് വിത്ത് ലിറ്റിൽ വിഷ്, ഹെലൻ വാസ് സൂൺ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അത് ട്രൂ ആണ്. ചൂസ് ദ ബെസ്റ്റ് ആൻസർ. ദ മദർ മിസ്സസ് കെല്ലർ ഡിറ്റക്റ്റഡ് ഹെലൻസ് ട്രിപ്പിൾ ഹാൻഡിക്യാപ്പ് വെൻ ദ ചൈൽഡ് വാസ് എത്ര മാസമായിരുന്നു? 19 മാസം, 19 months old. Anne Sullivan as a tutor to Helen was recommended by whom? Michael Agnes. Helen learned to spell new words by manual language. Helen had braille books to read and she associated with other children who knew the manual alphabet. College was disappointment to Helen because she felt the lack of time for meditation. On the 1st of November of transcontinental speaking tours had joined them as secretary and manager Polly Thompson. ഇനി ഇതിൽ കോംപ്രിഹെൻഷൻ ആണ്. How did Helen Keller become a source of inspiration to both the blind and the seeing everywhere? അപ്പോൾ ഹെലൻ കെല്ലർ എങ്ങനെയാണ് കാണാൻ പറ്റുന്നവർക്കും കാണാൻ കഴിയാത്തവർക്കും ഒരു ഇൻസ്പിറേഷനായി എന്ന് പറയുന്നത്? ഹെലൻ കെല്ലർ above her triple handicap to become an inspiration to both the blind and seeing everywhere. She believed the blind should live and work like their fellows with full responsibility. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളും എന്താണ് മീൻസ് അവൾക്ക് ട്രിപ്പിൾ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ബ്ലൈൻഡ്, ഡെഫ്, ഡംബ്. അതുപോലെ തന്നെ അവൾ വിശ്വസിച്ചത് എന്താണ്? മറ്റുള്ള ആളുകളെ പോലെ തന്നെ കാഴ്ചയില്ലാത്തവരും ജോലി ചെയ്യും, വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം, എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടി എന്നാണ് അവൾ പറഞ്ഞത്. വാട്ട് വാസ് ദ ഫസ്റ്റ് സെൻറ്റൻസ് അട്ടേർഡ് ബൈ ഹെലൻ? മിസ്സസ് സലിവൻ, ട്യൂട്ടർ ടു ഹെലൻ. മിസ്റ്റർ സാറ ഫുള്ളർ, principal of the Horace Mann School of the Deaf in Boston. Miss Fuller took great pain to teach Helen. Going home in the tram car after her 7th lesson, Helen turned to Miss Sullivan and said in hollow, breathy tones, I am not dumb now. This was her first real use of words in conveying a thought. അപ്പോൾ മിസ്സസ് സലിവൻ എന്ന് പറയുന്ന ഹെലൻ്റെ ട്യൂട്ടറാണ്. അപ്പം എന്താ സാറ ഫുള്ളർ എന്ന് പറയുന്ന അവരുടെ പ്രിൻസിപ്പാളാണ്. ഈ ഹോറേസ് മാൻ സ്കൂൾ ഫോർ ഡെഫിൽ ബോസ്റ്റണിലുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. അതുപോലെ തന്നെ മിസ് ഫുള്ളർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഹെലനെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ട്രാം കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹെലൻ മിസ് സലിവൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറഞ്ഞത്, ഞാൻ ഡംബല്ല, ഐ എം നോട്ട് ഡം നൗ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവൾ ആദ്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു തോട്ട്, കംപ്ലീറ്റ്ലി ഒരു തോട്ട് കൺവേ ചെയ്യുന്നത്. ഹൗ ഫാർ വാസ് മിസ് ഫുള്ളേഴ്സ് കോച്ചിങ് എഫക്റ്റീവ്? Miss Sarah Fuller passed Helen's hands lightly over lower part of Helen's face. The teacher indicated the position of her tongue, her teeth and the movement of the lower jaw. She taught Helen the use of A and O. Fuller delightedly pronounced the word mama. After a few repetitions, Helen repeated correctly the words mama and papa. അപ്പോൾ മിസ് ഫുള്ളറിൻ്റെ കോച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മിസ് സാറ ഫുള്ളർ എന്ന് പറയുന്നത് ഹെലൻ്റെ ഫേസിൻ്റെ ഒരു ലോവർ പാർട്ട് കയ്യിലെടുത്ത് എന്താ പറയുക, അവളുടെ പൊസിഷൻ ഓഫ് ടങ്കൊക്കെ നോക്കി, ടീത്തിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ലോവർ ജോ ഒക്കെ നോക്കിയിട്ട് അവൾ എന്താണ് എയും ഓയും ആദ്യം അവളെ പഠിപ്പിച്ചു. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് മാമ പപ്പ എന്നൊക്കെ പറയാനായിട്ട് പഠിപ്പിച്ചു.
Why did Helen like Franklin D. Roosevelt's speech in particular? Helen became adept at reading lips by vibration. She placed the middle finger on the nose, her forefinger on the lips, and her thumb on the larynx. As Roosevelt's voice was clear and resonant, she was able to appreciate his voice. അവൾ ലിപ്സിൻ്റെ മൂവ്മെൻറ്റ് ആ വൈബ്രേഷനിലൂടെയാണ് അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ മിഡിൽ ഫിംഗർ നോസിൻ്റെ അവിടെ വയ്ക്കും, ചൂണ്ടുവിരൽ എന്താണ് ലിപ്സിൻ്റെ അവിടെ വെച്ചിട്ട്, തമ്പ് ലാരൻസിൻ്റെ അവിടെ വെച്ചിട്ട് അവൾ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ റൂസ്വെൽറ്റിൻ്റെ വോയിസ് എന്ന് പറയുന്നത് ക്ലിയർ ആയതുകൊണ്ട് അവൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. How did Dickens' American Notes provide the turning point in Helen's progress? Miss Keller was close to despair when she picked up Charles Dickens' American Notes and Laura Bridgman, the deaf and mute and blind girl in the New England, whose mind had been reached by Samuel Ridley Howe, head of Perkinson Institution. അപ്പോൾ മിസ് കെല്ലർ ഡെസ്പെയർ ആയിരുന്നു. അപ്പോഴാണ് അവൾ ചാൾസ് ഡിക്കൻസിൻ്റെ അമേരിക്കൻ നോട്ട്സ് വായിക്കുന്നത്. അതിൽ ലോറ ബ്രിഡ്ജ്മാൻ എന്നുള്ള ഡെഫും മ്യൂട്ടും ബ്ലൈൻഡും ആയിട്ടുള്ള ഒരു ലേഡി ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഒരു സാമുവൽ റിഡ്ലി ഹോവ് എന്നുള്ള പാർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡ് ട്രീറ്റ് ചെയ്തിട്ട് നേരെയാക്കി എന്ന് പറയുന്നുണ്ട്. When did Helen awaken to the mystery of language? Miss Sullivan took Helen to the water house and made water flow over Helen's right hand. Simultaneously, she spelled water into Helen's left hand. At this, Helen stood transfixed. Somehow, the mystery of language was revealed to her. അപ്പം അവളെ ഇങ്ങനെ വാട്ടർ ഹൗസിൽ കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഹെലൻ്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്ന പോലെ കൊണ്ടുപോയിട്ട് നമ്മളെ സലിവൻ വാട്ടറിന് പ്രൊനൗൺസ് ചെയ്തു. അപ്പം ഇവളിങ്ങനെ ആകെ മൊത്തം ഷോക്ക്ഡായിപ്പോയി. അങ്ങനെയാണ് അവൾക്ക് ഈ ലാംഗ്വേജ് മിസ്റ്ററി ഓഫ് ലാംഗ്വേജ് റിവീൽ ചെയ്യപ്പെട്ടത്. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ദ വേർഡ്സ് ഹർ ഹാൻഡ്സ് were too busy listening? At Radcliffe in 1900, Helen enrolled herself to a degree. She did well but felt the lack of time for meditation. She could not take notes during lectures because her hands were too busy listening. She tried to put into words the matters from lecturers. She could not do this as her hands were engaged in writing the lecture matter. അപ്പോൾ റാഡ്ക്ലിഫിൽ 1990 അവൾ ഡിഗ്രി എൻറോൾ ചെയ്യപ്പെട്ടു. അപ്പോൾ അത് കാരണം അവൾക്ക് മെഡിറ്റേഷൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെക്ചേഴ്സൊന്നും അവൾക്ക് എഴുതാൻ പറ്റില്ല, കാരണം ലെക്ചേഴ്സൊന്നും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവളെ കൈ എന്താണ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ട്രൈ ടു പുട്ട് ഇൻ ടു വേർഡ്സ് എ മാറ്റർ ഫോർ ലെക്ചേഴ്സ്. ആ ലെക്ചർ പറയുന്നത് എന്താണെന്നുള്ളത് അവൾ കയ്യിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എന്താണ് അവളുടെ ഹാൻഡ് ബിസി ആയിരുന്നുകൊണ്ട് വേർ എൻഗേജ് ഇൻ റൈറ്റിംഗ് ദ ലെക്ചർ മാറ്റർ അവൾക്ക് മെഡിറ്റേഷനൊന്നും സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹൗ ഡിഡ് ഹെലൻ ഫെയർ അറ്റ് റാഡ്ക്ലിഫ്? At Radcliffe College, she was disappointed. For algebra, geometry and physics, Helen used a braille writer, but she had little aptitude for mathematics. Examinations were a nightmare, but she enjoyed some of her classes, and she and teacher Sullivan worked with the usual wholehearted concentration. They got books in braille from Germany and England, and Helen read until her fingers bled. For Radcliffe കോളേജിലായിരുന്നപ്പോൾ അവൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അവൾക്ക് ആൽജിബ്രയും ജോമെട്രി ഫിസിക്സും ഒക്കെ അവൾ ബ്രെയിൽ റിവ്യൂ വെച്ചിട്ട് പഠിച്ചു, പക്ഷേ അവൾക്ക് മാത്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു പേടിസ്വപ്നമായിരുന്നു അവൾക്ക്. അപ്പോൾ അവൾ ക്ലാസ്സുകളൊക്കെ എൻജോയ് ചെയ്തിരുന്നു. സലിവനും അവളും കൂടെ വളരെയധികം കോൺസെൻട്രേഷനോട് കൂടിയാണ് വർക്ക് ചെയ്തത്. അവർക്ക് ബ്രെയിലിയുടെ ബുക്ക് ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ലഭിച്ചു. ഹെലൻ അത് അവളുടെ വിരൽ മുറിയുന്ന വരെ അവൾ വായിച്ചിരുന്നു ആ വിരൽ ഉപയോഗിച്ചിട്ട്. വാട്ട് വാസ് ഹെലൻസ് റെസ്പോൺസ് ടു ദ വാഡേബിൾ ആക്ട്? വാഡേബിൾ ആക്ട് എന്നൊരു വെറൈറ്റി ഷോ ആണ്. മിസ് സലിവൻ, ദ ടീച്ചർ ആൻഡ് ഹെലൻ കെല്ലർ embarked on dignified vaudeville act. She found vaudeville full of life, color and variety. Helen loved it. She felt the breath of the audience in her face. അപ്പോൾ അവൾ സലിവൻ അവളുടെ ടീച്ചറും ഹെലനും കൂടെ ഇങ്ങനെ ഒരു വാഡേബിൾ ആക്ട് കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഫുള്ള് ജീവിതവും കളറും വെറൈറ്റി ആയിരുന്നു. ഹെലൻ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. What was the chief purpose of Helen's tour through the world? In 1930s, Helen began her international traveling. She was interested in blind, talking for blind and raising money for the blind. 1930 അവൾ ഇൻ്റർനാഷണൽ ട്രാവൽ നടത്തി. അവൾക്ക് ബ്ലൈൻഡായ ആളുകളെ ഇഷ്ടമായിരുന്നു. അവൾ അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നത്, അവർക്ക് വേണ്ടിയാണ് പണം സ്വരൂപിച്ചിരുന്നത്.
അപ്പോൾ ഈ ഫ്രേസസ് ഒക്കെ താഴെ കൊടുത്തിരിക്കുന്ന ഫ്രേസസ് ഒക്കെ എന്താണ് നമ്മൾ സെൻറ്റൻസിലാണ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ടു ബി അസൈഡ്, സെറ്റ് അസൈഡ്, ബൈ മീൻസ് ഓഫ്, ടു മേക്ക് സം വൺ അണ്ടർസ്റ്റാൻഡ്, ഗിവ് ഇൻ, ക്ലോസ് ടു despair, ടു പുട്ട് അവേ, to long for, to put on, so called, close upon, within the space of, to distinguish from, to count by one's side, interest in, by this time. So thank you.